ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ, ജയ് സീതാറാം, ജയ് ഹനുമാൻ. സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ എന്താ പ്രത്യേകത? നാളെ ദീപാവലിയാണല്ലേ. ദീപാവലി എന്നാൽ എന്താണ്? ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എല്ലാവർക്കും അറിയാം ദീപാവലി ആഘോഷിക്കാൻ കാരണം എന്താണെന്നുള്ളത്. നമ്മുടെ ഇന്ത്യ മുഴുവൻ ദീപാവലി ആഘോഷിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ തന്നെ പറ, നിങ്ങൾക്ക് അറിയാവോ നോക്കട്ടെ. ആർക്കൊക്കെ ഇപ്പൊ മനസ്സിൽ ഓടിയെത്തി ദീപാവലി ആഘോഷിക്കാനുള്ള കാരണം? നിങ്ങൾക്ക് എന്തായാലും കുറെ പേർക്കെങ്കിലും അറിയാതിരിക്കാൻ എന്തായാലും പറ്റില്ല, എന്തായാലും അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം. നമ്മുടെ അയോധ്യയിലെ ശ്രീരാമസ്വാമി രാവണ വധവും കഴിഞ്ഞ് സീതാസമേതനായി അയോധ്യയിലേക്ക് മടങ്ങി വരുന്ന 14 വർഷത്തിന് ശേഷം രാവണനെ വധിച്ച് അയോധ്യയിലേക്ക് സീതാസമേതനായി മടങ്ങി വരുന്ന ഉത്സവമാണ് ദീപാവലിയായി ആഘോഷിക്കുന്നത്. അയോധ്യയിൽ അന്ന് ശ്രീരാമനെ വരവേൽക്കാനായിട്ട് ആ അയോധ്യ രാജ്യത്തിലുള്ള എല്ലാ ജനങ്ങളും ശ്രീരാമസ്വാമിനെയും സീതാസമേതനായ ശ്രീരാമസ്വാമിനെ വരവേറ്റത് എങ്ങനെയാണ്? ഫുൾ വിളക്ക് കത്തിച്ച് പടക്കങ്ങൾ പൊട്ടിച്ച് പൂക്കൾ കൊണ്ട് ഫുൾ ഡെക്കറേഷൻ നടത്തി, അതുപോലെ വിളക്കുകൾ കൊണ്ട് ഡെക്കറേഷൻ, അങ്ങനെ ഫുള്ളായിട്ട് ദീപങ്ങളൊക്കെ കത്തിച്ച് ഒരു ഉത്സവമാക്കി മാറ്റി ശ്രീരാമന്റെ വരവ്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം. എന്താണ്? അയോധ്യാവാസികൾക്ക് ശ്രീരാമസ്വാമി 14 വർഷത്തേക്ക് വനവാസം നടത്താൻ പോകുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നു അവർക്ക്. അവരെന്താ പറഞ്ഞത്? ശ്രീരാമനില്ലാത്ത ഈ അയോധ്യയില് ഞങ്ങൾക്കൊരു സ്ഥാനവും ഇല്ല. ഞങ്ങളുടെ പ്രഭു എവിടെയാണോ അവിടെയാണ് ഞങ്ങളുടെ സ്വർഗം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രഭുവിന് സ്ഥാനം ഇല്ലാത്തടുത്ത് രാജ്യപദവി ഏൽക്കാൻ കൈകേയി സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല 14 വർഷത്തേക്ക് പ്രഭുവിനെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്ത് സ്ഥാനം ഇവിടെ ഉള്ളത്? ഞങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല. ഭഗവാന്റെ സ്ഥാനം എവിടെയാണോ, ഞങ്ങളുടെ പ്രഭുവിന്റെ സ്ഥാനം എവിടെയാണോ, ഞങ്ങളുടെ രാജാവിന്റെ സ്ഥാനം എവിടെയാണോ അവിടെയാണ് ഞങ്ങളുടെ രാജ്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളും അങ്ങയോടൊപ്പം വരുന്നു എന്നാണല്ലേ പറഞ്ഞത് അയോധ്യാവാസികള്. എന്നിട്ട് ശ്രീരാമൻ പറഞ്ഞിട്ട് അവര് കേട്ടോ? അവര് കേട്ടില്ല. അവര് കൂടെ തന്നെ നടന്നു. അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കൂടെ തന്നെ നടന്നു. അവസാനം അവര് കാണാണ്ട് ശ്രീരാമസ്വാമി അവരിൽ നിന്ന് രക്ഷപ്പെടുകയല്ല, അവരുടെ ആ സ്നേഹത്തിൽ നിന്ന് ശ്രീരാമന് എങ്ങനെയും മാതാവിന്റെ വാക്ക് പാലിച്ചേ മതിയാവും. അവരെയും കൂട്ടി പോയാൽ ശരിയാണോ? അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അവര് കാണാണ്ട് ശ്രീരാമസ്വാമി വനത്തിൽ എത്തിയ സമയത്ത്, എൻ്റെ ഓർമ്മയിൽ ആ വനത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, ആ വനത്തിന്റെ അവിടെ നിന്ന് ശ്രീരാമസ്വാമി അവര് ഉറങ്ങുന്ന സമയത്ത് പുലരുന്നതിന് മുന്നേ ശ്രീരാമസ്വാമി അവരിൽ നിന്ന് രക്ഷപ്പെട്ടു. അവരുടെ സ്നേഹത്തിൽ നിന്ന് പിന്മാറാൻ ശ്രീരാമസ്വാമിക്ക് പറ്റുന്നില്ല. എന്നാൽ ശ്രീരാമസ്വാമിയുടെ ധർമ്മം എന്ന് പറയുന്നത്, അവിടെ പാലിക്കേണ്ട ധർമ്മം എന്ന് പറയുന്നത്, അയോധ്യയിലെ പ്രജകളെ വിട്ടിട്ട് തീർച്ചയായിട്ടും മാതാവിൻ്റെ ആജ്ഞ പാലിച്ചേ മതിയാവുള്ളൂ, അതായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ഉണർന്നാല് ശ്രീരാമസ്വാമിനെ വിടില്ല, എന്തായാലും കാട്ടിലേക്ക് വിടില്ല എന്നും അറിയാം. ഇനിയിപ്പോൾ അഥവാ വിട്ടാൽ അവര് ശ്രീരാമസ്വാമിയുടെ കൂടെ തന്നെ വരുമെന്നും അറിയാം ശ്രീരാമസ്വാമിക്ക്. അതുകൊണ്ട് തന്നെ അവരെ ഉണർത്തിയില്ല. എല്ലാവരും കൂടെ തലേന്ന് രാത്രി ഒരുമിച്ച് കിടന്നു. എന്നിട്ട് പുലരുന്നതിന് മുന്നേ ശ്രീരാമസ്വാമി അവരിൽ നിന്നും രക്ഷപ്പെട്ടു. എന്ന് വെച്ചാല് വനത്തിലേക്ക് ആഗമനം തുടങ്ങി. അവര് പുലർകാലത്ത് നിദ്ര കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ശ്രീരാമസ്വാമി അവിടെയില്ല, അവരുടെ ആ പ്രഭു അവിടെയില്ല. അന്ന് മുതലുള്ള കാത്തിരിപ്പാണ് ശ്രീരാമസ്വാമിനെ അയോധ്യയിലെ പ്രജകള്, അയോധ്യാവാസികള്. അപ്പോൾ അന്ന് മുതലുള്ള കാത്തിരിപ്പ് 14 വർഷത്തിന് ശേഷം ശ്രീരാമസ്വാമിനെ കാണാൻ പോകുക അവര് അയോധ്യയില്. അപ്പോൾ പിന്നെ അവരെങ്ങനെ ആഘോഷിക്കേണ്ടത് അവർക്ക് അറിയാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ ദീപങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് സ്വീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണമൊക്കെ ചെയ്ത് ഒടുക്കത്തെ ആഘോഷം ആഘോഷിച്ചു. ഒടുക്കത്തെയല്ല, എന്നെന്നും നിലനിൽക്കുന്ന ആഘോഷം അവര് ആഘോഷിച്ചു അല്ലേ. അങ്ങനെ നമ്മളും ഇപ്പോൾ ഈ ഒരു യുഗത്തിലും അങ്ങ് ത്രേതായുഗത്തിൽ നടന്ന കാര്യം, നമ്മുടെ ഭഗവാന്റെ ആ ഒരു അത്രയും വലിയ ആഘോഷം നമ്മൾ ഈ യുഗത്തിലും ആഘോഷിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? നാളെ തന്നെ
തീർച്ചയായിട്ടും കുറേ ദിവസം മുന്നേ നോർത്ത് സൈഡിലൊക്കെ നമ്മുടെ അയോധ്യയിലൊക്കെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി എന്നറിയോ? അതുപോലെ കുറേ സ്ഥലങ്ങളിൽ കുറേ ദിവസങ്ങളായിട്ട് ആഘോഷം തുടങ്ങിയിരിക്കുക. എങ്ങനെയൊക്കെ വിളക്കുകളൊക്കെ കത്തിച്ച് മുന്നേ ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുക. ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നാളെയാണ് പ്രധാനമായിട്ടുള്ള ദീപാവലി എന്ന് പറയുന്നത്. അപ്പം നാളെ എന്തായാലും വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആഘോഷിക്കണം കേട്ടോ. എങ്ങനെയൊക്കെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചിട്ട് ആഘോഷിക്കാവോ അങ്ങനെ ജപിക്കുക. പിന്നെ അതുപോലെ വിളക്കുകളൊക്കെ കത്തിച്ച് ദീപങ്ങളുടെ ഉത്സവമായിട്ട് നമ്മൾ ആഘോഷിക്കുക കേട്ടോ. അപ്പം മറക്കരുത്, തീർച്ചയായിട്ടും ആഘോഷിക്കണം. എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു ദീപാവലി സമയത്ത് അയോധ്യയിലേക്ക് പോകണം എന്നുള്ളത്. അതെന്തായാലും നടന്നില്ല. എന്നാൽ ഇവിടെ നമ്മുടെ വീട് തന്നെ അയോധ്യയാക്കി മാറ്റാം അല്ലേ? അതേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നാളെ നിങ്ങളെല്ലാവരും വീടുകളിൽ ചിരാതിൽ വിളക്ക് കത്തിച്ച് വെച്ച് ആഘോഷിക്കുക ദീപാവലി കേട്ടോ. പടക്കങ്ങളൊക്കെ വാങ്ങി വെച്ചവരുണ്ടാവില്ലേ? പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുക കേട്ടോ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും നമ്മുടെ അയോധ്യയിലെ ആഘോഷം. പറയാൻ വയ്യ. എന്തായാലും ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആഘോഷിക്കണം കേട്ടോ. അതുമാത്രമല്ല, ദീപാവലിക്കാണ് സ്വീറ്റ്സിന് പ്രാധാന്യമുള്ള ദിവസം അല്ലേ? അയോധ്യയിൽ ശ്രീരാമസ്വാമി തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്തൊരു നല്ല കാര്യം നടക്കുമ്പോഴും അവിടെ ആദ്യം കൊടുക്കുക? ഒരു ലഡു അല്ലേ? സ്വീറ്റ്സ് ആണ് കൊടുക്കുക. സ്വീറ്റ്സ് ഇല്ലേലല്ലേ ചോദിക്കുക എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നു കഴിഞ്ഞാൽ. എന്താണ് സ്വീറ്റ്സ് ഇല്ലേന്ന് ചോദിക്കില്ലേ? അതുപോലെ ശ്രീരാമസ്വാമിയൊക്കെ സീതാസമേതനായി അയോധ്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ മൊത്തം വിതരണം ചെയ്തിട്ടുണ്ടാവും സ്വീറ്റ്സ് ലഡു കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും എല്ലാവരും പരസ്പരം അങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും അന്ന്. അതുപോലെ നമ്മളെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആ ത്രേതായുഗത്തിൽ നടന്ന കാര്യം നമ്മൾ ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്വീറ്റ്സ് ഒക്കെ വാങ്ങി വെച്ചവരുണ്ടാവില്ലേ? ഇനി വാങ്ങി വെക്കാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. അല്ലാത്തവർക്ക് കടയിൽ ഇഷ്ടം മാതിരി ഉണ്ട് ദീപാവലി സ്വീറ്റ്സ് അല്ലേ? ഈ ഒരു സമയമാകുമ്പോൾ എല്ലാ കടകളിലും ഉണ്ടാവും, ഈ ബേക്കറി കടകളിലൊക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും സ്വീറ്റ്സൊക്കെ വാങ്ങി വിളക്കുകളൊക്കെ തെളിയിച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ശ്രീരാമസ്വാമിനെ മനസ്സിൽ വിചാരിച്ച് ആഘോഷിക്കുക. എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കുമോ അതുപോലെ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടെ ആഘോഷിക്കുക. സമാധാനം എന്നൊക്കെ പറഞ്ഞാൽ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ പേടിയായിരിക്കും അല്ലേ? വീട്ടിലെ ആൾക്കാർക്ക്, നമുക്ക് പേടിയില്ലെങ്കിലും അതൊക്കെ വിട്. എന്തായാലും ശ്രദ്ധയോടുകൂടെ പടക്കമൊക്കെ പൊട്ടിക്കുക കേട്ടോ. അപ്പം എല്ലാവരും ആഘോഷിക്കുക, മറക്കണ്ട. നാളത്തെ ദിവസത്തിനായിട്ട് വെയിറ്റ് ചെയ്യുക, ആഘോഷിക്കുക. അത്ര ഇപ്പം പറയാനുള്ളൂ. പിന്നെ അതുപോലെ ദീപാവലിക്ക് മറ്റു 2 ഐതിഹ്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ആ 2 ഐതിഹ്യങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദീപാവലിയുടെ ഐതിഹ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതും ശ്രീരാമൻ രാവണനെ തോൽപ്പിച്ച് അയോധ്യയിലേക്ക് തിരിച്ചെത്തിയതുമാണെന്നാണ് വിശ്വാസം. കൂടാതെ ലക്ഷ്മി ദേവി പാലാഴിയിൽ നിന്ന് അവതരിച്ചതും ഭഗവാൻ വിഷ്ണുവിനെ ഭർത്താവായി സ്വീകരിച്ചതും ദീപാവലിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ്. നന്മയുടെ വിജയത്തെയും പ്രകാശത്തെയും ഇത് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇരുട്ടിനെ അകറ്റി നമ്മൾ വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു ഉത്സവമാണ് ദീപാവലി. പിന്നെ നരകാസുരവധം, ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച് ലോകത്തെ രക്ഷിച്ചതിൻ്റെ ഓർമ്മയായാണ് ദക്ഷിണേന്ത്യയിൽ ദീപാവലി ആഘോഷിക്കുന്നത്. പിന്നെ ശ്രീരാമന്റെ തിരിച്ചുവരവ്. 14 വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമൻ സീതയോടൊപ്പം അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ ദിവസമാണ് ദീപാവലി എന്നൊരു വിശ്വാസമുണ്ട്. അയോധ്യയിലെ ജനങ്ങൾ അവരെ സ്വീകരിക്കാനായി വിളക്കുകൾ തെളിയിച്ചാണ് ദീപാവലിക്ക് തുടക്കമായതെന്നും പറയപ്പെടുന്നു. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സംഭവം തന്നെ. പിന്നെ ലക്ഷ്മി ദേവിയുടെ അവതാരം. പാലാഴി മഥനത്തിൽ ലക്ഷ്മി ദേവി അവതരിച്ച ദിവസമാണ് ദീപാവലി എന്നും അന്ന് ലക്ഷ്മി ദേവിയായി വിഷ്ണുവിനെ ഭർത്താവായി സ്വീകരിച്ചെന്നും ഐതിഹ്യമുണ്ട്. പിന്നെ മറ്റ് വിശ്വാസങ്ങൾ, കൗരവരുമായി ചൂതുകളിയിൽ തോറ്റ പാണ്ഡവർ 12 വർഷത്തെ വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ ദിവസമാണിതെന്നാണ് മറ്റൊരു വിശ്വാസം. പിന്നെ അടുത്തത് ജൈന വിശ്വാസികൾക്ക് മഹാവീരൻ നിർവാണം നേടിയ ദിവസമാണ് ദീപാവലി. മഹാവീരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട് ജൈനമതത്തിൽ. അദ്ദേഹം നിർവാണം നേടിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നില്ലേ സന്യാസിമാര് എന്താ ഇതിനു പറയുക,
സമാധി എന്ന് പറയില്ലേ, അതുപോലെ മഹാവീരൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ജൈനമതത്തിലെ അദ്ദേഹം നിർവ്വാണം നേടിയ ദിനമായിട്ടും അതുപോലെ പാണ്ഡവരുടെ തിരിച്ചുവരവിനെ ആഘോഷിക്കുന്നതിനോടൊപ്പം ദീപാവലി ലക്ഷ്മി പൂജയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. കുറേ കാര്യങ്ങളുണ്ട് ദീപാവലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ട്. പക്ഷെ എപ്പോഴും ഓർമ്മ വരിക ശ്രീരാമസ്വാമി അയോധ്യയിലേക്ക് തിരിച്ചു വന്ന ആ ഒരു ഓർമ്മയാണ് പലപ്പോഴും ദീപാവലി എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരിക. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആ ശ്രീരാമസ്വാമീൻ്റെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ശ്രീരാമസ്വാമിൻ്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും പാലാഴി മദന സമയത്ത് ലക്ഷ്മി ദേവി പൊങ്ങി വന്നതും ഒക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദീപാവലിയുടെ ഒട്ടുമിക്ക കുറച്ചെങ്കിലും ഐതിഹ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ കാരണം അല്ലെങ്കിലും ആര് കാരണമാണെങ്കിലും ഇപ്പം ഒന്നും അറിയാത്തവർക്ക് ഇപ്പം എൻ്റെത് കേട്ടപ്പോൾ കുറച്ചെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ എല്ലാം അറിഞ്ഞവർക്ക് എൻ്റെ നിന്ന് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ, ജയ് സീതാറാം, ജയ് ഹനുമാൻ.